ഖശിയത്ത് ഉള്ളവർക്ക് തദ്കിറത്ത് ഫലപ്പെടും എന്നാണ്. അപ്പോൾ ഖശിയത്ത് ഒരാളുടെ മേൽവിലാസമാകണം, ഒരാൾക്ക് ഖശിയത്ത് ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുന്നാർ അല്ലെങ്കിൽ ലാ യലിജുന്നാറ മൻ ബക മിൻ ഖശിയത്തില്ലാ ഹത്താ യഊദൽ ലബനു ഫിദ്ദർഇ. അതായത് ലാ യലിജുന്നാറ നരകത്തിൽ പ്രവേശിക്കുകയില്ല, മൻ ബക്ക കരഞ്ഞവൻ. എങ്ങനെ കരഞ്ഞവൻ? മിൻ ഖശിയത്തില്ല, അള്ളാഹിനോടുള്ള ഖശിയത്തിനാൽ, പേടിയാൽ അള്ളാഹിനോടുള്ള ഖശിയത്തിനാൽ കരഞ്ഞവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ യഊദൽ ലബനു ഫിദ്ദർഇ, കറന്നെടുത്ത പാല് അകിട്ടിൽ തിരിച്ചു ചെലുത്തുന്നത് വരെ. അതൊരിക്കലും നടക്കില്ല. അപ്പോൾ ഒരിക്കലും ഖശിയത്തിനാൽ കരഞ്ഞവൻ എന്ത് ചെയ്യൂല, നരകത്തിൽ പ്രവേശിക്കൂല എന്നാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഐനാനി ലൻ തമുസ്സഹുമന്നാർ, രണ്ട് കണ്ണുകൾ അതിനെ തീ തൊടൂല്ല എന്നാണ്, നരകത്തീ തൊടുകയില്ല എന്നാണ്. അതിലൊരു കണ്ണിനെ കുറിച്ച് പറഞ്ഞത് ഐനുൻ ബകത് മിൻ ഖശിയത്തില്ല, ഐനുൻ ബകത് മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനോടുള്ള ഖശിയത്തിനാൽ കരഞ്ഞ കണ്ണ് എന്നാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ ഷൈഉൻ അഹബ്ബ ഇലല്ലാഹ് മിൻ ഖത്രതൈനി വ അസറൈനി, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ട് തുള്ളികളാണ്, ഖത്രത്താണ്. അതേപോലെ രണ്ട് അസറുകളുമാണ്, രണ്ട് അടയാളങ്ങളുമാണ്. അതിൽ ഒരു ഖത്രത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഖത്രതു ദംഅത്തിൻ ബകത് മിൻ ഖശിയത്തില്ല, അള്ളാഹിനോടുള്ള ഖശിയത്തിനാൽ കരഞ്ഞ് ഒലിച്ച കണ്ണീർക്കണം. അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്ന അർത്ഥത്തിൽ പറയുകയുണ്ടായി അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഖശിയത്തിൻ്റെ ഒരു മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഖശിയത്തുള്ളവർക്കാണ് എന്ത്, വിശുദ്ധ ഖുർആൻ തദ്കിറത്ത്, വിശുദ്ധ ഖുർആൻ തദ്കിറത്താകുക. അങ്ങനെ തദ്കിറത്താകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ ഇറക്കിയത്. നിങ്ങൾ ആളുകൾ സ്വീകരിക്കുന്നില്ല എന്നതിനാൽ വിഷമിച്ച് പ്രയാസപ്പെടാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ശരീരത്തിന് ക്ലേശവും പ്രയാസവും ആകും വിധം ഇത് ഓതി നിസ്കരിച്ച് മേനിയെ പ്രയാസപ്പെടുത്താനും അല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. താഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശ.